കൂട്ടലൈംഗിക ആരോപണങ്ങളിൽ പ്രതിരോധം തകർന്നിരിക്കുമ്പോഴും പ്രതിച്ഛായ നന്നാക്കാനുള്ള തത്രപ്പാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പൊതുപരിപാടികളിൽ സജീവമാകാൻ പരിശ്രമിക്കുകയാണ് മാങ്കൂട്ടത്തിൽ. പാലക്കാട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കും എം ബി രാജേഷിനുമൊപ്പം മാങ്കൂട്ടത്തിൽ ഇന്ന് വേദി പങ്കിട്ടു. പരിപാടി ആരംഭിച്ച ശേഷമാണ് സ്ഥലം MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലേക്ക് വന്നു കയറിയത്. മണ്ഡലത്തിൽ സജീവമായി കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള നീക്കത്തിലാണ് MLA. നഷ്ടപ്പെട്ട പ്രതിച്ഛായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടെടുക്കുമോ? ആദ്യം RD Extra. കൂട്ടലൈംഗിക പീഡന ആരോപണങ്ങൾ അല്പം തണുത്തതോടെ പതിയെ പൊതുപരിപാടികളിൽ സജീവമായി നഷ്ടപ്പെട്ട മുഖം തിരിച്ചുപിടിക്കാൻ നോക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഉദ്ഘാടന പരിപാടി ആരംഭിച്ച് അല്പസമയത്തിന് ശേഷമാണ് രാഹുൽ തന്ത്രപൂർവ്വം വേദിയിലേക്ക് കയറി ചെന്നത്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, എം ബി രാജേഷ് എന്നിവർക്കൊപ്പം വേദിയിൽ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. ലൈംഗിക ആരോപണങ്ങൾ കൂട്ടത്തോടെ ഉയർന്നതോടെ പാലക്കാട് നിന്ന് മാറി നിന്ന രാഹുൽ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെയാണ് മണ്ഡലത്തിൽ വീണ്ടും കളമുറപ്പിക്കാൻ നോക്കുന്നത്. ആദ്യം കോൺഗ്രസ് അനുകൂല സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും പരിപാടികളിലാണ് പങ്കെടുത്തത്. ആഴ്ചകൾക്ക് മുൻപ് പിരായിരി പഞ്ചായത്തിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തിയ MLAക്കെതിരെ പ്രതിഷേധവുമായി DYFയും BJPയും എത്തിയിരുന്നു. പ്രതിഷേധം അനുകൂല ഘടകമാക്കാനാണ് മാങ്കൂട്ടത്തിൽ തന്ത്രമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇടത് സംഘടനകൾ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് പിന്മാറി. എന്നാൽ രാഹുൽ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കാനാണ് BJP തീരുമാനം. BJPയുമായി ശക്തമായ മത്സരം നടക്കുന്ന പാലക്കാട് ലൈംഗികാരോപണ വിധേയനായ മാങ്കൂട്ടത്തിലിനെ ചുമക്കുന്നത് ഉറച്ച UDF വോട്ടുകൾ നഷ്ടമാക്കും എന്നാണ് ഒരു വിഭാഗം UDF നേതാക്കളുടെ ആശങ്ക. RD Extra ന്യൂസ് മലയാളം. സ്കൂൾ ശാസ്ത്രോത്സവ ഉദ്ഘാടന വേദി വിട്ടിറങ്ങിയ മന്ത്രി എം ബി രാജേഷിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുത്തതിനെ പറ്റി ചോദിച്ചെങ്കിലും മന്ത്രി അതേപ്പറ്റി യാതൊന്നും പ്രതികരിച്ചില്ല. തെരുവ് പട്ടിയുടെ പ്രശ്നം കഴിഞ്ഞില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദി വിട്ട് BJP കൗൺസിലർ. പാലക്കാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാറാണ് ഉദ്ഘാടന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊണ്ട് ബഹുമാന്യനായ രാഹുൽ അവിടേക്ക് കയറി ചെല്ലുകയായിരുന്നു. സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കിയിരുന്നു. വാർത്തകൾ കണ്ട് കുട്ടികളുടെ ഇടയിൽ ആശങ്കയുണ്ടെന്ന് അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുമാണ്. ലൈംഗികാതിക്രമ പരാതികൾ ഉയരുന്നതിനാൽ രാഹുലിനെതിരെ ഇടത് സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനെതിരെ ആദ്യഘട്ടത്തിൽ പ്രതിഷേധമുയർത്തി. നെഗറ്റീവ് പബ്ലിസിറ്റി മുതലാക്കി മാങ്കൂട്ടത്തിൽ സഹതാപ തരംഗത്തിന് ശ്രമിച്ചു എന്നാണ് വിലയിരുത്തൽ. ഇതോടെ ബഹിഷ്കരണം നിർത്തി മാങ്കൂട്ടത്തിലിനെ അവഗണിച്ച് ഇടത് യുവജന സംഘടനകൾ മാറി. എന്നാൽ BJPയും അനുകൂല സംഘടനകളും ഇപ്പോഴും ബഹിഷ്കരണം തുടരുകയാണ്. പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ മാങ്കൂട്ടത്തിലിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനായി ഓൺലൈൻ കൊട്ടേഷനുമായി സൈബർ പോരാളികൾ. മാങ്കൂട്ടത്തിനെതിരായ നിലപാടെടുക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് തെറിയഭിഷേകം നടത്തുകയാണ്. VD സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കും സൈബർ ഇടത്തിൽ തെറിയാക്രമണമുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂല പെയ്ഡ് ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണവും ഏതാണ്ട് വാസ്തവവും. അപ്പോൾ ലക്ഷ്മി, ഇന്നിപ്പോൾ ആ വേദിയിൽ, ഇത്തരമൊരു വേദിയിൽ പങ്കെടുക്കുന്നതിലൊരു പ്രശ്നമുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് ആ സംഘാടക സമിതിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയതാണ് സ്ഥലം MLA. സ്ഥലം MLA അല്ലേ, പങ്കെടുപ്പിക്കേണ്ടതല്ലേ എന്ന് തൽക്കാലം ആ സമയത്ത് കോൺഗ്രസ് ചോദിച്ചിരുന്നുമില്ല. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് സ്വീകരണം ഒരുക്കുന്നത്, പ്രത്യേക പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ നിലയ്ക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അങ്ങ് സ്വാഭാവികമാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ പ്രകടനത്തെ പറ്റി എന്താ തോന്നുന്നത്? ഏത് വേദിയിലും എപ്പോഴും വന്നു കയറാൻ പറ്റുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായ വിയോജിപ്പുകളുള്ളവർ ഒന്ന് കരുതിയിരിക്കണം എന്ന് മാത്രം. ആ സമയത്ത് എങ്ങനെ വേണം പ്രതികരിക്കാൻ എന്നുള്ളത് എനിക്കത് കണ്ടിട്ട് തോന്നിയുള്ളൂ. കാരണം ആശാസമര വേദിയിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് സത്യത്തിൽ ആ അന്നത്തെ ഹെഡ്ലൈൻ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ആശാസമരക്കാരുടെ അവരുടെ സമര ഉദ്ദേശവും ഒന്നും അല്ല പിന്നെ ചർച്ചയാകുന്നത് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ്. ഇപ്പോൾ ശാസ്ത്രമേള പോലെ ഒരു ചടങ്ങ്, അവിടേക്ക് ചെല്ലുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യമാണ് ശാസ്ത്ര
ശാസ്ത്രമേളയേക്കാൾ ചർച്ചയാകുന്നത്. അവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ചിലർ കൈ കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്നു, ചിലർ ചിരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്നു, പരിങ്ങിയിരിക്കുന്നവരുണ്ട്. ഇറങ്ങിപ്പോയ ഒരു സ്ത്രീയെ കണ്ടു, അത് മിനി കൃഷ്ണകുമാർ. അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റി. പക്ഷേ ഒരു സർക്കാർ പരിപാടിയാകുമ്പോൾ മന്ത്രിക്ക് ഇതുപോലെ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ, അതല്ലെങ്കിൽ അതിൻ്റെ സംഘാടകർക്ക് ഈ മട്ടിൽ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. മിനി കൃഷ്ണകുമാറിന് അതിനുള്ള രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അവിടെ എന്തായാലും ഉണ്ടായി. മറ്റുള്ളവർ ഇങ്ങനെ പകച്ചിരിക്കുന്നത് കണ്ടിട്ട് കഷ്ടമാണ് തോന്നിയത്. ഇനി അതിനെക്കുറിച്ചൊരു ധാരണ അവരിൽ നേരത്തെ ഒരു ട്രെയിനിങ് വേണം പൊതുപ്രവർത്തകരിൽ എന്ന് തോന്നുന്നു. വിയോജിപ്പുള്ള വ്യക്തി നമ്മുടെ മുന്നിലേക്ക് വന്നാൽ, അപ്രതീക്ഷിതമായി വന്നാൽ എങ്ങനെ വേണം പ്രതികരിക്കേണ്ടതെന്ന്. കൈ കൊടുത്താൽ ചിലപ്പോൾ കൈ കൊടുത്തതായിരിക്കും തലക്കെട്ടാവുക, അല്ലേ? റൈറ്റ്. ഇതിനകത്ത് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, എല്ലാവരും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ തന്നെ പലരും പറയുന്ന ഒരു കാര്യം, ഈ രീതിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള ഒരു വി ഡി സതീശൻ അടക്കമുള്ള ഒരു കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിക്ക് ബോധ്യപ്പെട്ടതാണ് ഈ കാര്യങ്ങളെല്ലാം, ഈ തെറ്റ് ചെയ്തത് തന്നെയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നടപടിയെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതായത് ഇത് പല നേതാക്കന്മാരും പലരും പറയുന്ന ഒരു കാര്യം, കുറേ ആരോപണങ്ങളൊന്നുമല്ലേ ഉള്ളൂ. അതിനപ്പുറത്ത് എന്താണ്? ആരോപണങ്ങളല്ല വന്നത്, തെളിവുകൾ മാത്രമാണ് വന്നത്. ആരോപണങ്ങൾ ആ തെളിവിന് പിന്നാലെ വന്നതാണ്. അപ്പോൾ ആ തെളിവുകളാണ് സമൂഹ മധ്യത്തിലുള്ളത്. അവിടെ ഇപ്പോൾ കേസുണ്ടോ, അയാൾ ശിക്ഷിക്കപ്പെടുമോ എന്നതല്ല ചോദ്യം. അവിടെ ആ തെളിവുകൾ സമൂഹ മധ്യത്തിൽ കിടക്കുകയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും പ്രക്ഷേപണം ചെയ്ത തെളിവുകൾ മുന്നിലുണ്ട്. ആ തെളിവുകൾ നിഷേധിക്കുന്നതുമില്ല. ഇപ്പോഴും അങ്ങനെ പുറത്തേക്ക് കൊടുക്കാത്ത തെളിവുകൾ വേറെയും ബാക്കിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പരിധി വിട്ട് ആ നിലയ്ക്കല്ല കൈകാര്യം ചെയ്യേണ്ടത് ഈ വിഷയങ്ങളെ. കാരണം അത് സമൂഹത്തിൽ തന്നെ വേറൊരു തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നവർ തെളിവുകൾ വേറെയുണ്ട്. നമുക്കടക്കം അറിയാമല്ലോ, നമ്മുടെ അടക്കം കൈവശമുള്ള തെളിവുകൾ അങ്ങനെ വെറുതെ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്കോ അങ്ങനെ എടുത്ത് വിതറേണ്ട തെളിവുകളല്ല. അപ്പോൾ ഒരു പരാതി ആകുന്ന മുറയ്ക്ക് അത് തെളിവുകൾ കൊടുക്കാമായിരിക്കും. ഈ പൊതുവേദിയിലെല്ലാം ഇടിച്ചു കയറാൻ ഇദ്ദേഹം തയ്യാറാവുന്നുണ്ട്. ഈ എല്ലാ വേദികളിലും മാധ്യമപ്രവർത്തകരിൽ ആരെങ്കിലും ഒരാൾ, എല്ലാവരും ഒന്നും ചോദിക്കുന്നില്ല, ഇപ്പോൾ ദുർബലമായി ചോദ്യങ്ങളൊക്കെ, ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ പുറത്തു വന്ന ആ ശബ്ദം അത് നിങ്ങളുടേതാണോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. എല്ലാ തവണയും മൈക്ക് വയ്ക്കുമ്പോൾ നിങ്ങളിങ്ങനെ തിരക്കൂട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു തവണ പോലും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് നിസ്സാര കാര്യങ്ങളല്ല, ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കി കളയുമെന്ന് ഒരു പെൺകുട്ടിയോട് പറയുകയാണ്. ആ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് പറയുകയാണ്, നീ ഇത് ഗർഭം അലസിപ്പിച്ചില്ലെങ്കിൽ നിന്നെ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയുമെന്ന് പറയുന്ന അത്രയും ക്രിമിനലായ ഒരാളാണോ താങ്കൾ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ MLA യോട് ചോദിക്കുന്നത്. ആ MLA ഇവിടെ കുട്ടികളുടെ ശാസ്ത്രമേളയുടെ വേദിയിൽ വന്ന് കയറിയിരിക്കുന്നു. അതിൻ്റെ ഗതികേട് നോക്കണം. ഞാൻ ഇന്നൊരു ടെലിവിഷൻ ചാനലിൻ്റെ തലക്കെട്ട് അവരുടെ ആ വാർത്ത അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട് മന്ത്രിമാരായ MP രാജേഷും V ശിവൻകുട്ടിയും. ഇത് 3 തവണ തലക്കെട്ടായിട്ട് ഇത് തന്നെയാണ്. അതായത് അതിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്, കാർഡിൽ വന്നിരിക്കുന്നത്, വാർത്തയുടെ തലക്കെട്ടത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ MP രാജേഷ് V ശിവൻകുട്ടി വേദി പങ്കിട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഇതിൽ വന്നിരിക്കുന്ന വാർത്ത. അപ്പോൾ V ശിവൻകുട്ടി ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും V ശിവൻകുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ നിലയ്ക്കാണ്. അപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. ഇന്ന് വൈകിട്ട് നമ്മളിതൊക്കെ ചർച്ച ചെയ്യുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ന് വെച്ചാൽ അസാധ്യമായ ഈ ചർമ്മബലം അത് അംഗീകരിച്ചേ മതിയാവൂ എന്ന് ചിലർക്കെങ്കിലും ഈ സമയത്ത് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര വഷളാണ് കാണുമ്പോൾ എന്നുള്ളതാണ് തൽക്കാലം എനിക്ക് പറയാനുള്ളത്. ഈ സൈബർ പോരാളികൾ ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ ഇദ്ദേഹത്തെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർ, എല്ലാവരുമാണെന്ന് പറയുന്നില്ല, വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഇതൊക്കെ ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ കള്ളങ്ങൾ കേരളത്തിലെ ഇത്രയും ചാനലുകൾ, പത്രങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാത്തത്? ഇത്രയും ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു ഓഡിയോ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ വ്യാജം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ കേസ് കൊടുക്കൂ, ഈ വ്യാജങ്ങൾക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കൂ, അത് നമുക്ക് കോടതിയിൽ കാണാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. തിരിച്ചടികളിൽ ആടിയുലഞ്ഞും ആരോപണ ശരങ്ങളുടെ മൂർച്ചയിൽ ഇടറി വീണവർ വേറെയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. ദുർഘടസന്ധികൾ താണ്ടി പൊതുജീവിതത്തിലേക്ക് തിരികെ എത്തിയവരുമുണ്ട്. പക്ഷെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. ഇത്രയേറെ നികൃഷ്ടമായ ലൈംഗിക പീഡന ആരോപണ വിധേയനായ ഒരു നേതാവ് കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല. അതിൽ പലതിനും ശബ്ദിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ നിമിഷം വരെ അതിലൊന്നിനു പോലും വ്യക്തമായ മറുപടി പറയാനും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെട്ട V D സതീശൻ അടക്കമുള്ള നേതാക്കളെ പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ് രാഹുൽ അനുകൂലികളായി പ്രത്യക്ഷപ്പെടുന്ന സൈബർ കൂട്ടം നേരിടുന്നത്. പൊതുവേദിയിൽ ഇത്ര വ്യഗ്രതയോടെ ഓടിപ്പാഞ്ഞെത്താൻ നോക്കുന്ന മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ്
ഒളിച്ചുകളി നടത്തുന്നത്? എന്തിനെയാണ് മാങ്കൂട്ടത്തിൽ ഭയക്കുന്നത്? മറുപടി വൈകിയാൽ മാസങ്ങൾക്കകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു പിടി ചോദ്യങ്ങളെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല.